മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. 6-ാം മണി നേരമായപ്പോൾ 9-ാം മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 9-ാം മണി നേരത്തെ യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു. അരികെ നിന്നവരിൽ ചിലർ കേട്ടിട്ട്, അവൻ ഏലിയാവെ വിളിക്കുന്നുവെന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഒരു കോലിന്മേലാക്കി, നിൽക്കുവീൻ, ഏലിയാവ് ഇവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അവന് കുടിക്കുവാൻ കൊടുത്തു. യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി. അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട്, ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞു. സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരി മറിയയും ചെറിയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു. അവൻ ഗലീലയിലിരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. അവനോടുകൂടെ യെരുശലേമിലേക്ക് വന്ന മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു.